മക്കളെ, പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോസസ്സാണ്. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻസോട് കൂടി നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ സാർ എന്താണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയതല്ലേ? പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമുള്ള എന്താ ഉള്ളത്? നിങ്ങൾക്ക് മേ ബി ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. വടക്കൻ കേരളത്തിൽ ഏകദേശം ആകാശം നോക്കിയാൽ ഇതാണ് അവസ്ഥ. മഴ പെയ്യുന്നു, കുറച്ച് നേരം തോർന്ന് നിൽക്കുന്നു, പെയ്യുന്നു അല്ലേ? മഴ, ഇടി. അതിനൊപ്പം നമുക്കൊന്നും സഹിക്കാൻ വയ്യാത്തൊരാളുണ്ട് അല്ലേ? എന്താണ് ഇയാൾ? ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ഒരു വലിയ പ്ലാവ് മരമുണ്ട്. അതിൻ്റെ ആട്ടം കണ്ട് ഞാനൊരു 10 മിനിറ്റ് അത് നോക്കി നിന്നു മീൻസ് പേടിച്ചിട്ട്, സത്യം പറയണേ. അതിന് നേരെ താഴത്തെ എന്തുണ്ടായിരുന്നു, കറണ്ടിൻ്റെ ആ ഒരു ലൈൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പാണ് ആ മരം നല്ല വലിയ മരം, അത് വീണാൽ എന്തായാലും ആ ഒരു ലൈന് പൊട്ടിപ്പോവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓഫ് കോഴ്സ് അത് എങ്ങോട്ടേക്കാണ് വീഴാൻ പോകുന്നത്? റോട്ടിലേക്കാണ് വീഴാൻ പോകുന്നത്. അപ്പം നേരത്തെ ആരെങ്കിലും വീടിന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒന്നാമത്തെ കാര്യം എവിടെയെങ്കിലും വൈദ്യുതി ലൈൻ പൊട്ടിക്കിടക്കുന്നുണ്ടോ എന്നാണ്. കാരണം രാത്രി ആണ്, KCBക്കാരൊക്കെ എല്ലാവരും ഉറങ്ങുന്നുണ്ടായിരിക്കും, എല്ലാവരും രാത്രി ഓഫാണ്. സോ നിങ്ങളായിരിക്കും മേ ബി രാവിലെ ആദ്യം ആ പ്രദേശത്തേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വിജിലൻ്റ് ആവേണ്ട ഒന്നാമത്തെ കാര്യം വൈദ്യുതി ലൈൻ പൊട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നോക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് നമ്മുടെ ജീവന് തന്നെ ഭയങ്കരമായ ഭീഷണിയായിരിക്കും. അപ്പോൾ വൈദ്യുതിയുടെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെയുള്ള വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മക്കൾ, നമുക്കറിയാം വെള്ളക്കെട്ടാണ് എല്ലായിടത്തും. എവിടെ പോയാലും വെള്ളക്കെട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ സ്കൂൾ തുറക്കാൻ നിൽക്കണല്ലേ, അപ്പോൾ നിങ്ങൾ റോട്ടിലൂടെ വരേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾ പാടത്തു കൂടി വരേണ്ടി വരും, ചിലപ്പം സ്കൂളിൻ്റെ അടുത്ത് എന്തെങ്കിലും കുളമോ കിണറൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് കിണറാണോ കുളമാണോ എന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാം ഒന്നാണ്. എസ്പെഷ്യലി പാടത്തൊക്കെ വരുന്ന ആളുകൾ അല്ലേ? റോട്ടിലൂടെ വരുന്ന ആളുകൾക്കും പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാന്നല്ല, നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം. വളരെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ വെള്ളം, റോഡൊക്കെ ഫുൾ വെള്ളം. ഈ കോഴിക്കോടൊക്കെ ഫുൾ വെള്ളത്തിലായിരുന്നു 2 ദിവസം. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം ഈ കറണ്ടിൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? വെള്ളത്തിൻ്റെ ആ ഒരു പ്രശ്നം അല്ലേ? ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് പുറത്തിറങ്ങേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി യാത്രകൾ ഒഴിവാക്കുക, പരമാവധി എങ്ങോട്ടെങ്കിലുള്ള കറക്കങ്ങൾ ഒഴിവാക്കുക, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള കളികളും എല്ലാം ഒഴിവാക്കിയിട്ട് സ്റ്റേ ഹോം. മാക്സിമം നിങ്ങൾ വീട്ടിൽ തന്നെ എന്ത് ചെയ്യുക? കുത്തിയിരിക്കുക. അതാണ് ഏറ്റവും സേഫായത് അല്ലേ? ഈ സമയത്ത് ഇപ്പോൾ കുളങ്ങളും പുഴകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. നമുക്ക് ഓഫ് കോഴ്സ് നീന്താനും അതുപോലെയുള്ള കളികളിലൊക്കെ ഏർപ്പെടാനുള്ള താല്പര്യം തോന്നും. എന്ത് ചെയ്യുക? കുറച്ച് ദിവസത്തേക്ക് ഈ മഴയുടെ ഒരു തീവ്രത അടങ്ങി ഒരു 2-3 ദിവസം മഴയൊക്കെ മാറി നിന്നാലും നമ്മുടെ കുളങ്ങളിൽ വെള്ളം ഉണ്ടാവും അല്ലേ? അപ്പോൾ അത്ര ഭീകരമായ അന്തരീക്ഷം ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻജോയ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. സോ സ്കൂൾ തുറക്കുകയാണ്, വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് വരേണ്ടതുണ്ട് അല്ലേ? സ്കൂളിലേക്കൊക്കെ കുറച്ചൊക്കെ മഴ നല്ല രസമാണല്ലേ? പക്ഷേ മഴ അധികമാകുന്ന സമയത്താണ് നമ്മൾ ഇത്രയും ജാഗ്രത പാലിക്കേണ്ടത്. സോ നമ്മളെ ഹെൽത്താണ് ആദ്യം സേഫ് ആക്കേണ്ടത് അല്ലേ? നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇല്ലാതെ അല്ലെങ്കിൽ നമ്മളില്ലാതെ പിന്നെ കുറേ പഠിപ്പിനായിട്ട് കാര്യമുണ്ടോ? സോ അതുകൊണ്ടാണ് പഠിപ്പിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സാറ് പറഞ്ഞത്. സോ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് നല്ലൊരു അക്കാഡമിക് ഇയർ ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.